സ്തുതി സ്തുതിയൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്യുന്ന നന്മകളെ ഓർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ബ്രിസ്ബെയിൻ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളി ഒരുക്കുന്ന ജീവവചനം എന്ന വചനപ്രഭാഷണ പരമ്പരയിലേക്ക് ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് സ്വാഗതം. പരിശുദ്ധനായ പൗലോസ്ലീഹ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 17b പാർട്ട് 18 വാക്യങ്ങൾ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിൽ വേരൂന്നി അടിയുറയ്ക്കുക എന്നുള്ളതാണ്. വേര് എത്രമാത്രം ആഴത്തിലും പടർന്നുമാണോ നിൽക്കുന്നത്, അത്രമാത്രം ശക്തമായിരിക്കും അതിൻ്റെ അടിത്തറ, ഒരു വൃക്ഷത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. നമ്മുടെ പിതാക്കന്മാരെ നോക്കി ജീവിക്കുവാൻ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവർ ദൈവസ്നേഹത്തിൻ്റെ നീളമെന്തെന്നും വീതി എന്തെന്നും ആഴമെന്തെന്നും ആഴത്തിൽ മനസ്സിലാക്കിയവരാണ്. ദൈവത്തിൻ്റെ സ്നേഹം പൂർണ്ണമായി അനുഭവിച്ച് ദൈവത്തെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് ആ സ്നേഹത്തിൽ സന്തോഷിച്ചവരായിരുന്നു പിതാക്കന്മാർ. അറിവിനെ അതിശയിക്കുന്ന സ്നേഹത്തിൻ്റെ കീഴിൽ ജീവിച്ചവർ. പ്രശസ്തനായ ഇംഗ്ലീഷ് സാഹിത്യകാരൻ തോമസ് ഹാർഡി എഴുതിയതായ ഒരു മനോഹരമായ ഒരു കവിതയുണ്ട്. ആ കവിതയുടെ പേര് ആർ യു ഡിഗിങ് മൈ ഗ്രേവ് എന്നാണ്. ഇതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്, വളരെ അടിപൊളിയായി ജീവിതം നയിച്ച ഒരു പെൺകുട്ടി, തൻ്റെ കാമുകനോടൊപ്പം എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ജീവിച്ചവൾ. തൻ്റെ കാമുകൻ ഇങ്ങനെ പറയുമായിരുന്നു, നീ ഇല്ലാത്ത ഒരു നിമിഷം എനിക്ക് ചിന്തിക്കുവാനോ ജീവിക്കുവാനോ സാധിക്കുകയില്ല എന്ന്. അവൾക്ക് വലിയ സന്തോഷമായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരിക്കൽ ഈ പെൺകുട്ടി ഒരു അപകടത്തിൽ മരണമടയുകയാണ്. എല്ലാവരും വന്ന് ഈ പെൺകുട്ടിയുടെ വേർപാടിൽ വേദനയോടെ കരയുകയും ശവക്കുഴിക്കരികിൽ വരെ എത്തി വിലാപം നടത്തി അവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോവുകയും ചെയ്യുകയാണ്. ഒടുവിൽ ശവക്കുഴിയിൽ കിടന്നുകൊണ്ട് ഈ മരിച്ച പെൺകുട്ടി ചിന്തിക്കുന്ന ചില ചിന്തകളാണ് കവി വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഞാനിവിടെ ഒറ്റയ്ക്കാണ്. എന്നെ ഏറ്റവും സ്നേഹിച്ച, മരിച്ചാലും ഞാൻ നിന്നോടുകൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ എൻ്റെ പ്രാണസ്നേഹിതനായ കാമുകൻ, എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഹൃദയം കൊണ്ട് എന്നെ ഏറ്റെടുത്തവൻ വരുമായിരിക്കും. അവൾ കാതോർത്തിരുന്നു, പക്ഷേ വന്നില്ല. പിന്നെ അവൾ ചിന്തിച്ചു, എൻ്റെ കുടുംബം, എൻ്റെ അപ്പച്ചൻ വരുമായിരിക്കും, അമ്മ വരുമായിരിക്കും, അല്ലെങ്കിൽ തൻ്റെ ശത്രുക്കൾ ആരെങ്കിലും വരുമായിരിക്കാം. അങ്ങനെ പലരെയും പ്രതീക്ഷിച്ചുകൊണ്ട് ആ പെൺകുട്ടി ശവക്കുഴിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് അവൾ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി, ആരോ തൻ്റെ ശവക്കുഴി മാന്തുന്നുണ്ട്. അവൾ ഇങ്ങനെ കാതോർത്തിരുന്നു. ആ ശവക്കുഴി ഇങ്ങനെ മാന്തി 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 അവളുടെ മുഖം വരെ എത്തുകയാണ്. അപ്പോൾ ഇവൾ കാണുകയാണ്, തന്നെ താൻ സ്നേഹിച്ച പട്ടിക്കുട്ടിയാണത്. പക്ഷേ ഈ പട്ടിക്കുട്ടിയെ കണ്ടപ്പോൾ അവൾക്കേറെ സന്തോഷമായി. എങ്കിലും ഈ പട്ടിക്കുട്ടി പറഞ്ഞ വാക്കുകൾ അവളെ ഏറെ ദുഃഖിപ്പിക്കുകയാണ്. സോറി യജമാനത്തി, ഞാൻ എല്ലുകൾ തേടി വന്നതാണ്. ഇങ്ങനെ പറഞ്ഞ് ഈ പട്ടിക്കുട്ടി ഓടി പോവുകയാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ കവി നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിക്ക് പോലും സ്നേഹിക്കപ്പെടാനുള്ള തൃഷ്ണ ഉണ്ട് എന്നുള്ളത്. ഇതുമുള്ള യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാകര സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ അവന് നിത്യജീവൻ ഉണ്ടാകുവാൻ വേണ്ടി ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു എന്ന്. ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുമായിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും
നമുക്ക് സാധിക്കട്ടെ. അതിന് ഈ ചിന്തകൾ നമ്മെ ദൈവം അനുവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, സഹായകരമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമാതായിരമായിരമായി അനവധിയായി സ്തോത്രം നാഥാ. കൃപ വേണം ഞങ്ങളിലെന്നും, അനവധിയായി സ്തോത്രം നാഥാ. കൃപ വേണം